ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും ഹോംവർക്ക് ചെയ്ത് അയക്കാത്തവർ ഹോംവർക്ക് ചെയ്ത് അയക്കണം. ഇപ്പോഴത്തെ അതായത് എക്സാമിനേഷൻ്റെ ആൻസേഴ്സിൻ്റെ ഹോംവർക്കല്ല, ഞാൻ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളുടെ അടുത്ത് അതിന് മുമ്പ് ഒരു ഇക്വേഷൻ ബാലൻസിങ്ങും അങ്ങനെയൊക്കെ കുറേ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി, അതായത് ഇലക്ട്രോളിസിസിൻ്റെ ആക്ടിവിറ്റി കാണിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കാണിക്കാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് പിന്നെ ക്ലാസ്സിനകത്ത് തന്നെ അത് ചെയ്ത് കാണിക്കണം. ഓക്കെ. സോ നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ് വിത്തിൻ 2 days ഉണ്ടാവും. 2 ദിവസത്തിനകത്ത് ബാക്കിയുള്ള ആൻസേഴ്സും ബാക്കിയുള്ള ഹോംവർക്കും എല്ലാം ചെയ്ത് കാണിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് വരെയാണ് പറഞ്ഞത്. റെസിസ്റ്റൻസിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് R = ρl/A എന്നുള്ളൊരു ഇക്വേഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇതിൽ കുറേ പിന്നെ കണക്കുണ്ട്. ആ കണക്ക് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അത് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരാം. സോ നമ്മളിപ്പം അടുത്ത ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം റെസിസ്റ്റൻസിൻ്റെ ബേസിസിൽ നമുക്ക് മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. സോ ഓൺ ദി ബേസിസ് ഓഫ് resistance, we can classify the substances into 3, or we can classify the materials into 3. Okay, they are conductors, then semiconductors and insulators. So conductors are the materials which have very low resistance. Resistance low aanu, but their conductance is very high. They will easily conduct electricity. Okay, then the next are semiconductors. Then semiconductors have slightly higher resistance than conductors. Conductors-ന് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനേക്കാളും സെമികണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്താണ് കുറച്ച് കൂടുതലാണ്. സോ കണ്ടക്ടേഴ്സിനേക്കാളും സെമികണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി, കറണ്ട് പാസ് ചെയ്യാനുള്ള എബിലിറ്റി കുറച്ച് കുറയും. So they will only partially conduct electricity. Okay. Then at the third one are insulators. Insulators means they will not conduct electricity, which means they have very high resistance. Okay. So conductors have very low resistance. They will easily conduct electricity, and insulators have very high resistance. They will not conduct electricity. And the semiconductors are the group of substances, or the group of materials which only partially conduct electricity. Okay, so the resistance of semiconductors is greater than conductors but less than insulators. So conductors ന് resistance കുറവാണ്, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതേസമയം ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, സോ അതിന്റെ കണ്ടക്ടിവിറ്റി എന്താണ് കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. വുഡ്, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ സ്റ്റോൺ ഇതെല്ലാം എന്താണ് ഇൻസുലേറ്റേഴ്സ് ആണ്. കാരണം ഈ മെറ്റീരിയൽസ് ഒന്നും എന്ത് ചെയ്യില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. എല്ലാ മെറ്റൽസും എന്തിന് എക്സാമ്പിൾ ആണ്, കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ബട്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഓൺലി പാർഷ്യലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വളരെ കുറച്ച് മാത്രം കൺട്രോൾ ചെയ്ത് മാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുന്ന മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. സോ സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതലായിരിക്കും, അതേസമയം ഇൻസുലേറ്റേഴ്സിനേക്കാളും എന്താണ് കുറവായിരിക്കും. സോ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് ഓൾ മെറ്റൽസ് എന്ന് എഴുതാം. എല്ലാ മെറ്റൽസും എന്തിന് എക്സാമ്പിൾ ആണ്, കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ വുഡ്, പ്ലാസ്റ്റിക് ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്താണ്, കുറച്ച് ടിപ്പിക്കൽ എലമെന്റ്സ് ഉണ്ട്.
ലൈക്ക് എന്താണ് സിലിക്കൺ ഒരു സെമി കണ്ടക്ടർ ആണ്, അതുപോലെ ജെർമേനിയം അതും ഒരു സെമി കണ്ടക്ടർ ആണ്. എന്താണ് ഈ സെമി കണ്ടക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ്? ഇതില് കണ്ടക്ടേഴ്സും ഈ ഇൻസുലേറ്റേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സെമി കണ്ടക്ടേഴ്സിനാണുള്ളത്. ബിക്കോസ് നിങ്ങൾ മദർ ബോർഡ് എന്ന് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ചിപ്പ്, IC ചിപ്പ്, കമ്പ്യൂട്ടർ സർക്യൂട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും അങ്ങനെ ഒരു സർക്യൂട്ട് ബോർഡ് കാണും. ആ സർക്യൂട്ട് ബോർഡിനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിലുള്ള എല്ലാ കമ്പോണൻസും ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ് ആവശ്യമുള്ളത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതുപോലെ RC എന്നൊന്നും നിങ്ങൾ എഴുതരുത്. R മീൻസ് റെസിസ്റ്റൻസ്, C സ്റ്റാൻഡ്സ് ഫോർ കണ്ടക്ടൻസ്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. റെസിസ്റ്റൻസ് R എന്നല്ല എഴുതേണ്ടത്. റെസിസ്റ്റൻസ് ഡിക്രീസസ്, കണ്ടക്ടൻസ് ഇൻക്രീസസ് എന്ന് തന്നെ എഴുതണം. ഇവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, കണ്ടക്ടൻസ് ഡിക്രീസസ്. ഇവിടെ റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ conductors and lower than insulators. They will only partially conduct electricity. അങ്ങനെ എഴുതണം ഇവിടെ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയാണ്. നിങ്ങൾ ഇതേപോലെ RC എന്നൊന്നും നിങ്ങൾ എഴുതി വെക്കരുത്. മനസ്സിലായോ? ഓക്കെ. സോ അപ്പം ഞാൻ പറഞ്ഞതാണ്, ഇതില് സെമി കണ്ടക്ടേഴ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് because they are widely used for the manufacture of electronic equipments, small parts in electronic equipments, circuit boards, resistors, then capacitors, then inductors. അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ പാർട്സ് ഉണ്ട്. ഏത് സർക്യൂട്ട് എടുത്താലും ചെറിയ ചെറിയ പാർട്സ് കാണും. ഒരു ഗ്രീൻ കളർ ബോർഡ് എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും ഉണ്ടാവും, ഇലക്ട്രോണിക് ഡിവൈസസിലും ഉണ്ടാവും. മൊബൈൽ ഫോണിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ഈവൻ മൈക്രോവേവിലുണ്ട്. അങ്ങനത്തെ എല്ലാ പിന്നെ ടിവിയുടെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ ബോർഡ് കാണും. ഇതിനാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് ആക്ച്വലി സർക്യൂട്ട്സ് ആണുള്ളത്. ഈ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ സർക്യൂട്ട്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എന്ത് ആവശ്യമുണ്ട്? സെമി കണ്ടക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിന്റെ റീസൺ ഇതാണ്, വി ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ കണ്ടക്ടൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഇതിന്റെ കണ്ടക്ടിവിറ്റി എത്ര വേണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടക്ടേഴ്സിന്റെ കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ സെമി കണ്ടക്ടേഴ്സിൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം, എത്ര ബ്ലോക്ക് ചെയ്യണം എന്ന് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെമി കണ്ടക്ടേഴ്സിന് മോർ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്തോ? ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഇലക്ട്രോണിക് ഡിവൈസ് റിക്വയർസ് എ സെപ്പറേറ്റ് കറണ്ട്. അതായത് മൊബൈൽ ഫോണിന് ആവശ്യമുള്ള കറണ്ട് അല്ല ടിവിക്ക് ആവശ്യമുള്ളത്, ടിവിക്ക് ആവശ്യമുള്ള പിന്നെ കറണ്ട് അല്ല ഒരു ഓവന് ആവശ്യമുള്ളത്, ഒരു ഓവന് ആവശ്യമുള്ള കറണ്ട് അല്ല ഒരു ഇൻഡക്ഷൻ കുക്കറിന് ആവശ്യമുള്ളത്. സോ ഓരോരോ ഇലക്ട്രോണിക് എക്യുപ്മെന്റിനും ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഡിഫറെന്റ് ആണ്. സോ വി ഹാവ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ഇൻസൈഡ് ദീസ് മെറ്റീരിയൽസ്. അപ്പം അവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ 3 കാറ്റഗറിയിലും സെമി കണ്ടക്ടേഴ്സ് മോർ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു ദ മെറ്റീരിയൽസ് ഹാവിംഗ് എന്താണ് ഹയർ റെസിസ്റ്റൻസ് ആണ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ലോവർ റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടേഴ്സ്. ആൻഡ് ദർ ആർ some materials which have zero resistance.